Welcome to Educate. Today's question is which of the following is the correct categorization of volatile semiconductor memory based on the data retention capability? Option A DRAM and ROM, option B SRAM and DRAM, option C RAM and ROM, and option D none of the above. Correct answer is option B SRAM and DRAM. ഇനി എന്താണ് എസ് റാം, എന്താണ് ഡി റാം? എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഡി റാം എന്ന് പറയുമ്പോൾ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. ബോത്ത് ആർ വോളട്ടൈൽ മെമ്മറീസ് ആണ്. ഓക്കെ, ഈ വോളട്ടൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? നമ്മളുടെ കമ്പ്യൂട്ടറിലെ പവർ ഓഫ് ആക്കുന്നത് വരെയാണ് ഈ വോളട്ടൈൽ മെമ്മറിയിലെ ഡാറ്റ റീറ്റെയിൻ ചെയ്യുള്ളൂ. ഓഫാക്കി കഴിഞ്ഞാൽ അതിലെ ഡാറ്റ ലോസ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ എസ് റാമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എപ്പോഴും പവർ ഓഫ് ആക്കുന്നത് അതുവരെ അതിലെ ഡാറ്റ റിറ്റെയിൻ ചെയ്ത് നിൽക്കും. എന്നാൽ ഡി റാമിലാണെങ്കിൽ അതിലെ ഡാറ്റാസ് വിത്തിൻ സെക്കൻഡ്സ് അത് ഡീകേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ അത് പീരിയോഡിക്കലായിട്ട് റിഫ്രഷ് ചെയ്യേണ്ടി വരും. അതാണ് എസ് റാമും ഡി റാമും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും റാൻഡം ആക്സസ് മെമ്മറി, അതായത് റാമിൻ്റെ ഡിവിഷനാണ്. രണ്ടും റാമിൻ്റെ സബ് ഡിവിഷനാണ് എസ് റാമും ഡി റാമും. ഇനി റാം പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ റോമും പറയണം. റോം എന്ന് പറഞ്ഞാൽ എന്താ? റീഡ് ഓൺലി മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറി ഒരു നോൺ വളട്ടൈൽ മെമ്മറിയാണ്. അതായത് നമ്മളെ പവർ ഓഫ് ചെയ്ത് കഴിയും റോമിലുള്ള ഡാറ്റ റീറ്റെയിൻ ചെയ്യും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. റേസ് ചെയ്യാനോ റീറൈറ്റ് ചെയ്യാനും നമുക്ക് നോർമൽ ഓപ്പറേഷൻസ് വെച്ച് സാധിക്കില്ല. അതിന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ആവശ്യമായി വരും. പിന്നെ നമ്മൾ ഈ എസ് റാമിൻ്റെയും ഡി റാമിൻ്റെയും പ്രൈമറി അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അതിൻ്റെ സ്പീഡ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രൈമറി അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റാമിനെയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? പ്രൈമറി സ്റ്റോറേജ് ഓർ കഷേ മെമ്മറി ആയിട്ട് നമ്മൾ കോമൺ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി, ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. ബോത്ത് ആർ volatile memories and they are division of RAM. Okay, thank you.